നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തൻ്റെ കോച്ചിങ് കരിയറിൽ ആദ്യമായിട്ട് ക്യാമ്പ് നൗവിൽ പോയിട്ട് വിജയിച്ചിരിക്കുന്നു. ഡിയേഗോ സിമയോണി ഒടുവിലത് നേടിയെടുത്തിരിക്കുന്നു. ആ ചരിത്ര വിജയം നേടിയ ഘട്ടത്തിലോ അദ്ദേഹം എന്താ ചെയ്തത്? നേരെ ഓടുകയാണ്, ടണലിലൂടെ ഓടിപ്പോയി. അദ്ദേഹം പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ഏതായാലും ഒരു കളി ജയിച്ചപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കരിയറിൽ ക്യാമ്പ് നൗവിൽ വിജയിച്ചപ്പോൾ അദ്ദേഹം വലിയ സന്തോഷത്തിലാണെങ്കിലും മതിമറന്ന് ആഹ്ലാദിക്കുന്നില്ല. നോക്കുക, ഇപ്പോൾ ഡിയേഗോ സിമിയോണി ക്യാപ്ചേഴ്സ് ഹിസ് ഫസ്റ്റ് എവർ കരിയർ വിൻ അറ്റ് ദി ക്യാമ്പ് നൗ. ചരിത്രരേഖകളിൽ എഴുതപ്പെടുന്ന കളിയാണെന്നർത്ഥം. 25 ഗെയിമുകളായിട്ട് അൺബീറ്റണായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ഹോം ഗെയിമുകൾ ബാഴ്സ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. 2006 മുതൽ ക്യാമ്പ് നൗവിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് FC ബാഴ്സലോണ തോറ്റിട്ടുണ്ടായിരുന്നില്ല. ആ റെക്കോർഡാണ് ഇവിടെ അഴിഞ്ഞു വീണിരിക്കുന്നത്. സിമിയോണി അത് നേടിയിരിക്കുന്നത്. ആ വിജയത്തിന് ശേഷമാണ് അദ്ദേഹം ടണലിലൂടെ ഓട്ടം അങ്ങ് വെച്ചു കൊടുക്കുന്നത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം പറയുന്നു, സെമി ഫൈനലിൽ എത്തിയോ ബാഴ്സയെ അടുത്ത മത്സരത്തിൽ തളക്കില്ലേ, സെമി ഫൈനലിൽ എത്തിയില്ലെന്ന് ചോദിക്കും. അദ്ദേഹത്തിന് മറുപടി, നോ, ഞങ്ങൾ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ഓപ്പണനെയാണ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധമുണ്ടാവണം. അവർ വളരെ മികച്ച ടീമാണെന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കണം. തീർച്ചയായിട്ടും ഫുൾ മോട്ടിവേഷനിൽ ഞങ്ങൾ രണ്ടാം പാദം കളിക്കും. ഞങ്ങളുടെ ഫാൻസിന് മുന്നിൽ വളരെ കമ്മിറ്റഡ് ആയിട്ട് ഞങ്ങൾ കളിക്കും. ഏതായാലും ആദ്യമായിട്ട് ക്യാമ്പ് നൗവിൽ വിജയിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഇറ്റ് മേക്സ് മീ ഹാപ്പി ബിക്കോസ് ഓഫ് ദി പ്ലെയേഴ്സ് എഫേർട്ട്. താരങ്ങളുടെ ആ ഒരു എഫേർട്ട് കൊണ്ട് ഞാൻ ഹാപ്പി ആവുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് ഞങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും, ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. വിത്ത് ഹ്യൂമിലിറ്റി വി നോ ഇറ്റ് വിൽ ബി എ ടഫ് മാച്ച് അറ്റ് ഹോം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഹോം മത്സരം അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ള മുന്നറിയിപ്പും അദ്ദേഹം പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.